ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ വമ്പൻ സിനിമയായ ആടുജീവിതം എന്ന ബ്ലസി സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. മാർച്ച് 28-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ പോസ്റ്റർ കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. പൃഥ്വിരാജും അമല പോളുമാണ് ഏറ്റവും പുതിയ പോസ്റ്ററിൽ. കൂടുതൽ പ്രേക്ഷകർ കാണാനായിട്ട് കാത്തിരിക്കുന്ന ആടുജീവിതത്തിന്റെ ട്രെയിലർ നാളെ മാർച്ച് 9-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് പുറത്തു വരുമെന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം. പാൻ ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ട്രെയിലർ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. 10-ാം തീയതിയാണ് സിനിമയുടെ ഓഡിയോ ലോഞ്ച്. ഇന്ന് മഹാശിവരാത്രി പ്രമാണിച്ച് ഒട്ടനേകം സിനിമകളുടെ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ഒന്നാണ് ധനുഷിന്റെ 51-ാമത്തെ സിനിമയുടെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. കുബേര എന്നാണ് ഏറ്റവും പുതിയ ധനുഷ് സിനിമയുടെ പേര്. ചിത്രത്തിലെ നാഗാർജുന ഒപ്പം തന്നെ രശ്മിക മന്ദാന എന്നിവർ കൂടി പ്രധാനപ്പെട്ട റോളുകളിലെത്തുന്നു. ഈ വർഷത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണല്ലോ കൽക്കി 2898 AD എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ. പ്രഭാസ് നായകനെത്തുന്ന നാഗശ്വിൻ സംവിധാനം ചെയ്യുന്ന സിനിമ മെയ് 9-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ഇന്ന് പ്രഭാസിന്റെ സിനിമയിലെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. ഭൈരവ എന്ന കഥാപാത്രത്തെയാണ് പ്രഭാസ് സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. പ്രഭാസും ഒപ്പം നമ്മുടെ ലാലേട്ടനെല്ലാം തന്നെ ഗസ്റ്റ് കാമിയോ റോളുകളിൽ എത്തുന്ന കണ്ണപ്പ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. വിഷ്ണു മഞ്ജു നായകനെത്തുന്ന സിനിമയുടെ ഈ കാണുന്ന പോസ്റ്ററാണ് ഇന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. തമന്ന നായിക വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ തെലുഗു സിനിമയായ ഒഡേല 2 എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ശിവശക്തി എന്ന കഥാപാത്രത്തെയാണ് സിനിമയിൽ തമന്ന അവതരിപ്പിക്കുന്നത്. ദുൽഖറിന്റെ പാൻ ഇന്ത്യൻ ദുരന്ത സിനിമയാണല്ലോ കിങ് ഓഫ് കൊത്ത. ചിത്രത്തിന്റെ രണ്ടാമത്തെ ടെലിവിഷൻ പ്രീമിയർ ഒരാഴ്ച മുന്നേ ഏഷ്യാനെറ്റിൽ നടന്നിരുന്നു. ആദ്യ ടെലിവിഷൻ പ്രീമിയറിൽ 6-ലധികം TRP നേടിയെടുത്ത സിനിമയ്ക്ക് രണ്ടാം ടെലിവിഷൻ പ്രീമിയറിൽ 1.90 TRP. ദുൽഖർ നിർമ്മിച്ച് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി സി5ലൂടെ നേരത്തെ OTT റിലീസ് ചെയ്ത അടി എന്ന സിനിമ സി കേരളത്തിൽ ഒരാഴ്ച മുന്നേ സംപ്രേഷണം ചെയ്തിരുന്നു. 1.04 സിനിമയുടെ TRP. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം ഹൊറർ ത്രില്ലർ സിനിമ ഫീനിക്സ് ഏകദേശം ഒരാഴ്ച മുന്നേ ഏഷ്യാനെറ്റ് മൂവീസിൽ സംപ്രേഷണം ചെയ്തിരുന്നു. ആദ്യ TRP പുറത്തു വരുമ്പോൾ 1.56 സിനിമയുടെ TRP. മോളിവുഡിലെ തന്നെ അടുത്ത വമ്പൻ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ലാലേട്ടിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ. ചിത്രത്തിന്റെ വമ്പൻ USA ഷെഡ്യൂൾ പാക്കപ്പ് ആയിരിക്കുകയാണ്. സിനിമയുടെ 3-ാമത്തെ ഷെഡ്യൂൾ കൂടിയായിരുന്നു USA നടന്നത്. ഇനി ചെന്നൈ ഷെഡ്യൂളാണ് അടുത്തതായിട്ട് നടക്കാനായിട്ടിരിക്കുന്നത്. അത് മാർച്ചിലെ 3-ാമത്തെയോ 4-ാമത്തെയോ ആഴ്ച നടക്കും. ആടുജീവിതത്തിന്റെ റിലീസിന് മുന്നേ ആ ഷെഡ്യൂൾ തുടങ്ങുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. തുടർന്ന് സിനിമയ്ക്ക് തിരുവനന്തപുരത്ത് കൂടി ഷെഡ്യൂളുണ്ട്. അത് മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും നടക്കുക. ഓഗസ്റ്റ് മാസത്തോടെ സിനിമയുടെ മുഴുവൻ ചിത്രീകരണം പൂർത്തിയാക്കും. അടുത്ത വർഷത്തോടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.